കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും പ്രായപരിധി ഒഴിവാക്കണമെന്ന് സിയാക്സ്. മെയ് 11 വെള്ളിമാടുകുന്ന് JDT ഹാളിൽ സിയാക്സിന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലുള്ള 2500ഓളം വരുന്ന കോക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പോട്ട് പോകുന്നത്. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് സ്കീമിൽ കാലതാമസം വരാതിരിക്കുക. വളരെ ഇപ്പോൾ നേരത്തെ അത് KSMന്റെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ അത് SHAയുടെ അണ്ടറിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ വളരെ സുതാര്യമായി മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടൊന്ന് ആ കുട്ടികൾക്ക് കാലതാമസം വരാതെ മെയിൻ്റനൻസ് സ്കീം കിട്ടുക എന്നുള്ളത്, അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ആ കുട്ടി കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് കേൾക്കാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ ശാരീരികാവസ്ഥയും ഒക്കെ കാര്യങ്ങൾ താളം തെറ്റി പോകുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. സിയാസ്കിന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് 10 വൈകിട്ട് വിളംബര ജാഥ നടത്തും. മെയ് 11 മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെയിന്റനൻസിലെയും അപ്ഗ്രഡേഷനിലെയും വരുമാന പരിധി ഒഴിവാക്കുക, കോക്ലിയർ ഇംപ്ലാന്റ് ഉപകരണങ്ങളിലെ GST ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളും കേൾക്കട്ടെ എന്ന ക്യാപ്ഷനുമായാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിനു ശേഷം കോക്ലിയർ ഇംപ്ലാന്റീസിന്റെ കുടുംബസംഗമം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പരിപാടികളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ് കോഴിക്കോട് സൗത്ത് വെള്ളിമാടുകുന്ന്